യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെടുകയും 131 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലസ്ഥാനമായ സനായിലും അൽ ജഫ് ഗവർണറേറ്റിലും നടന്ന ഈ ആക്രമണം ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടതാണെന്നതാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത. ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കണക്കുകൾ കേവലം പ്രാഥമികമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ആശങ്കയും മുന്നിലുണ്ട്. യമൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷന്റെ അറിയിപ്പ് പ്രകാരം സനായിലെ അൽ സിറ്റിൻ സ്ട്രീറ്റിലുള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷനും ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ഈ ഫ്യൂവൽ സ്റ്റേഷൻ ആശുപത്രികൾക്ക് ഇന്ധനം നൽകുന്നതിന് നിർണായകമായിരുന്നു. ഇതിപ്പോൾ യമനിലെ ആരോഗ്യ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹൂതി സൈനിക വക്താവ് യഹ്യ സരി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചതായും അവകാശപ്പെട്ടു. ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചുവെന്നും ചില ഇസ്രായേൽ വിമാനങ്ങൾ ആക്രമണം നടത്താതെ മടങ്ങേണ്ടി വന്നുവെന്നും അദ്ദേഹം ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി. മറുവശത്ത് ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂതികളുടെ സൈനിക താവളങ്ങൾ, അവരുടെ പ്രചാരണ വിഭാഗത്തിൻ്റെ ആസ്ഥാനം, ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് IDF വ്യക്തമാക്കി. ഹൂതികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ് ഈ വ്യോമാക്രമണമെന്നും IDF വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വ്യോമാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റും ചെയ്തു. ഹൂതികൾ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിന് മറുപടിയാണ് ഈ ആക്രമണം. ഇസ്രായേലിനെ ആക്രമിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. ഈ പ്രസ്താവന മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആക്രമണത്തിന്റെ ഫലമായി സനായിലെ ഒരു പ്രധാന പവർ പ്ലാന്റ്, ഗ്യാസ് സ്റ്റേഷൻ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹൂതികൾ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ ആക്രമണം യമന്റെ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. എന്നാൽ ഗസയിലെ ഫലസ്തീനി ജനതയ്ക്കുള്ള ഞങ്ങളുടെ പിന്തുണയെ ഇതൊരിക്കലും ദുർബലപ്പെടുത്തില്ല എന്നും അവർ വ്യക്തമാക്കി.